അൽ അഖ്ലാഖ് വശമാഇൽ, സ്വഭാവ ഗുണങ്ങളും സവിശേഷതകളും. ഫി കിതാബ് ഖസസുൻ നബിയീൻ യദ്കുറു ഷെയ്ഖ് അബുൽ ഹസൻ അലി അൽ ഹുസ്നി അന്നദ്വി. അബുൽ ഹസൻ അലി നദ്വി തൻ്റെ ഖസസുൻ നബിയീൻ എന്ന പുസ്തകത്തിൽ പറയുന്നു, അൻ അഖ്ലാഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച്, വശമാഇലിഹി, അദ്ദേഹത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച്, മായിലി, താഴെ ഉള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. വസഫഹു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ, പ്രവാചകനെ വർണ്ണിച്ചു. വഹുവ മിൻ അഅറഫിൻ നാസി ബിഹി, അലി റളിയല്ലാഹു അൻഹു പ്രവാചകനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നയാളാണ്. വ അക്സരിഹിം ഇശറത്തൻ ലഹു, പ്രവാചകനുമായി ഏറ്റവും കൂടുതൽ സഹവാസമുള്ളയാളാണ്. വ അഖ്ദരിഹിം അലൽ വസ്ഫി വൽ ബയാനി, പ്രവാചകനെ ഏറ്റവും കൂടുതൽ, ഏറ്റവും നന്നായി വർണ്ണിക്കാനും വിവരിക്കാനും കഴിവുള്ള ആളാണ്. ഫഖാല, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലം യകുൻ ഫാഹിഷൻ, പ്രവാചകൻ മ്ലേച്ഛത പറയുന്ന ആളായിരുന്നില്ല. വലാ മുതഫഹിഷൻ, മ്ലേച്ഛമായ വാക്കുകൾ ഉപയോഗിക്കുന്ന ആളായിരുന്നില്ല. വലാ സ്വഹാബൻ ഫിൽ അസ്വാഖി, ചന്തകളിൽ ബഹളമുണ്ടാക്കുന്നയാളായിരുന്നില്ല. വലാ യജിസി അസ്സയ്യിഅത ബിസ്സയ്യിഅത്തി, തിന്മയെ തിന്മ കൊണ്ട് നേരിടുന്ന ആളായിരുന്നില്ല. അദ്ദേഹം തിന്മയെ തിന്മ കൊണ്ട് നേരിട്ടിരുന്നില്ല. വലാക്കിൻ യഅഫു വയസ്ഫഹു, എന്നാൽ ചെയ്തിരുന്നത് എന്താണ്? വിട്ടുവീഴ്ച ചെയ്യുകയും പുറത്തു കൊടുക്കുകയുമാണ് ചെയ്തത്. തനിക്കെതിരെ ആരെങ്കിലും തിന്മ പ്രവർത്തിച്ചാൽ, തന്നെ ആരെങ്കിലും ദ്രോഹിച്ചാൽ അതേ രൂപത്തിൽ അവരെ തിരിച്ച് ദ്രോഹിച്ചിരുന്നില്ല. പകരം അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തിരുന്നു, അവരോട് ക്ഷമിച്ചിരുന്നു. മാ ലറബ ബിയദിഹി ഷൈഅൻ ഖത്തു, തൻ്റെ കൈകൊണ്ട് അദ്ദേഹം ആരെയും ഒരിക്കലും ഒട്ടും അടിച്ചിട്ടില്ല. ഇല്ലാ അൻ യുജാഹിദ ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധത്തിലല്ലാതെ. വലാ ലറബ ഖാദിമൻ, ഒരു ഭൃത്യനെയും അദ്ദേഹം അടിച്ചിട്ടില്ല. വലംറഅതൻ, ഒരു സ്ത്രീയെയും അദ്ദേഹം അടിച്ചിട്ടില്ല. മാ റഅയ്തുഹു മുൻതസിറൻ മിൻ മദ്ലമത്തി ദുൽമിഹാ ഖത്തു, അദ്ദേഹത്തിനെതിരെ നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ആക്രമണത്തിൽ, ഏതെങ്കിലും ഒരു ദ്രോഹത്തിൽ അതേപോലെ തിരിച്ച് ദ്രോഹിച്ചുകൊണ്ട് വിജയിക്കുന്നവനായിട്ട് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ, തന്നെ ആരെങ്കിലും ദ്രോഹിച്ചാൽ അതേപോലെ ദ്രോഹിച്ച് അവർക്കെതിരെ വിജയം നേടുന്നയാളായിക്കൊണ്ട് പ്രവാചകനെ കണ്ടിരുന്നില്ല. ആ ദ്രോഹങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങുകയാണ് ചെയ്തിരുന്നത്. ഏതുവരെ? മാലം യുൻതഹക് മിൻ മഹാരിമില്ലാഹി തആല ഷൈഅൻ, അള്ളാഹു പവിത്രമാക്കിയ കാര്യങ്ങൾക്ക് കോട്ടം തട്ടാത്ത തരത്തിലുള്ള അക്രമമാണെങ്കിൽ, അള്ളാഹു ഹറാമാക്കിയ, അള്ളാഹു പവിത്രമാക്കിയ കാര്യങ്ങളെ ഇകഴ്ത്താത്ത ആ രൂപത്തിലുള്ള ഉപദ്രവമാണെങ്കിൽ അദ്ദേഹം ക്ഷമിച്ചിരിക്കുമായിരുന്നു. ക്ഷമയോടെ അത് തൻ്റെ ശരീരം കൊണ്ട് ഏറ്റുവാങ്ങുമായിരുന്നു. ഫൈദ ഇൻതുഹിക മിൻ മഹാരിമില്ലാഹി, അള്ളാഹുവിൻ്റെ ഈ പവിത്രതയ്ക്ക് കളങ്കം സംഭവിക്കപ്പെട്ടാൽ, കാനമിൻ അശദ്ദിഹി മഗ്ളബൻ, ഏറ്റവും ദേഷ്യമുള്ളവനായിരുന്നു അദ്ദേഹം. അള്ളാഹുവിൻ്റെ പവിത്രമായ കാര്യങ്ങൾക്ക് കളങ്കമായി എന്തെങ്കിലും ആരെങ്കിലും ചെയ്താൽ അദ്ദേഹം കോപാകുലനാകുമായിരുന്നു. വമാ ഹുയ്യിറ ബൈന അംറൈനി ഇല്ലഖ്തറ ഐസറഹുമ, ഏതെങ്കിലും രണ്ട് കാര്യത്തിലൊന്ന് തിരഞ്ഞെടുക്കാനുള്ള അവസരം വന്നാൽ ഏറ്റവും എളുപ്പമായത് അദ്ദേഹം തിരഞ്ഞെടുക്കുമായിരുന്നു. ആളുകൾക്കും എല്ലാവർക്കും എളുപ്പമായത് തിരഞ്ഞെടുക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. വഇദാ ദഖല ബൈതഹു, പ്രവാചകൻ തൻ്റെ വീട്ടിലേക്ക് വന്നാൽ, കാന ബശറൻ മിനൽ ബശരി, സാധാരണക്കാരനായ ഒരാളായിരുന്നു. യഫ്ലി സൗബഹു, തൻ്റെ വസ്ത്രം അദ്ദേഹം വൃത്തിയാക്കുമായിരുന്നു. വയഹലബു ഷാത്തഹു, തൻ്റെ ആട്ടിനെ അദ്ദേഹം കറക്കുമായിരുന്നു. വയഖ്ദമു നഫ്സഹു, തനിക്ക് വേണ്ട സ്വയം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സ്വയം ചെയ്യുമായിരുന്നു. വയഖൂലു, അവിടുന്ന് പറയുമായിരുന്നു. വയഖൂലു, അലി റളിയല്ലാഹു അൻഹു പറയുന്നു, വലാ യഖൂമു വലാ യജ്ലിസു ഇല്ലാ അലാ ദിക്രിൻ, ദിക്ർ മീൻസ് അള്ളാഹുവിൻ്റെ ദിക്ർ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടല്ലാതെ പ്രവാചകൻ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്തിരുന്നില്ല. അതായത് എന്ത് ചെയ്യുമ്പോഴും അള്ളാഹുവിനെ ഓർക്കുമായിരുന്നു.
വഇദന്തഹ ഇലാ ഖൗമിൻ, ഏതെങ്കിലും ഒരു കൗമിലേക്ക്, ഒരു ആൾക്കൂട്ടത്തിലേക്ക് അദ്ദേഹം ചെന്നാൽ, ജലസ ഹൈസു യന്തഹി ബിഹിൽ മജ്ലിസ്, ആ സദസ്സ് അവസാനിക്കുന്നിടത്ത് അദ്ദേഹം ഇരുന്നിരുന്നു. അതായത് ഒരു സദസ്സിലേക്ക് കയറി ചെന്നാൽ ആ സദസ്സിന്റെ അവസാനത്തിൽ അദ്ദേഹം ഇരിക്കുമായിരുന്നു, പിന്നിൽ തന്നെ ഇരിക്കുമായിരുന്നു. താൻ മുമ്പിൽ ഇരിക്കേണ്ടയാളാണ് എന്ന വിചാരത്തോടെ ആളുകൾക്കിടയിലൂടെ മുമ്പിലേക്ക് ചെന്ന് മുമ്പിൽ ഇരിപ്പിടം കണ്ടെത്തുമായിരുന്നില്ല. പകരം എവിടെയാണോ സദസ്സിൽ ആളുകൾ ഇരുന്ന് അവസാനിച്ചത്, ആ അവസാനിച്ച ഭാഗത്ത് ഏറ്റവും അവസാനം അദ്ദേഹം ഇരിക്കുമായിരുന്നു. വയ്യഉമുറു, ഏറ്റവും പിന്നിൽ ഇരിക്കുമായിരുന്നു. വയ്യഉമുറു ബിദാലിക, അങ്ങനെ ചെയ്യാൻ ആളുകളോട്, മറ്റുള്ളവരോട് അദ്ദേഹം കൽപ്പിക്കുകയും അല്ലെങ്കിൽ അവരോട് പറയുകയും ചെയ്തിരുന്നു. മറ്റുള്ളവരോടും അതേപോലെയാണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. യുഅ്തി കുല്ല ജുലസാഇഹി, തൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാവർക്കും അദ്ദേഹം നൽകിയിരുന്നു. ബിനസീബിഹി, ഓരോരുത്തർക്കും അർഹമായ പരിഗണന അദ്ദേഹം നൽകിയിരുന്നു തൻ്റെ കൂടെ ഇരിക്കുന്നവർക്ക്. ലാ യഹസബു ജലീസുഹു, തൻ്റെ കൂടെ ഇരിക്കുന്ന ഒരാൾക്കും തോന്നിയിരുന്നില്ല, അന്ന അഹദൻ, ഒരാളും അക്രമ അലൈഹി മിൻഹു, ആ കൂടെ ഇരിക്കുന്നവരിൽ ഒരാളും പ്രവാചകന് തന്നെക്കാൾ ഇഷ്ടമുള്ളയാളാണ് എന്ന് തോന്നിയിരുന്നില്ല. അതായത് പ്രവാചകന്റെ സദസ്സിൽ ആരെങ്കിലും ഇരുന്നാൽ ഓരോരുത്തർക്കും തോന്നുക പ്രവാചകൻ ഏറ്റവും താല്പര്യം എന്നോടാണ് എന്നാണ്. അത്രയും സദസ്സിലിരിക്കുന്ന എല്ലാവരെയും ഒരേപോലെ കാണാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. മൻ ജാലസഹു, പ്രവാചകന്റെ കൂടെ ആരെങ്കിലും ഇരുന്നാൽ, ഔ ഫാവലഹു ഫി ഹാജത്തിൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യവുമായി പ്രവാചകന്റെ അടുക്കലേക്ക് വന്നാൽ, സ്വാബറഹു, പ്രവാചകൻ അയാളുടെ കൂടെ ക്ഷമിച്ച് ഇരിക്കുമായിരുന്നു. അയാൾ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് ക്ഷമയോടെ അയാളുടെ കൂടെ തന്നെ ഇരിക്കുമായിരുന്നു. ഹത്താ യകൂന ഹുവൽ മുൻസരിഫു, അയാൾ പിരിഞ്ഞു പോകുന്നത് വരെ. അതായത് ഒരാൾ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നാൽ, അല്ലെങ്കിൽ പ്രവാചകന്റെ കൂടെ ഒരാൾ ഇരുന്നാൽ, അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കുമായിരുന്നു. പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവർ പോയതിന് ശേഷം മാത്രമേ പ്രവാചകൻ പോയിരുന്നുള്ളൂ. അല്ലാതെ പറയുന്നതിനിടക്ക് പ്രവാചകൻ എഴുന്നേറ്റ് പോവുകയോ അവരെ തിരസ്കരിക്കുകയോ ചെയ്തിരുന്നില്ല. വമൻ സഅലഹു ഹാജതഹു, ആരെങ്കിലും അദ്ദേഹത്തോട് തൻ്റെ ഒരു ആവശ്യം, എന്തെങ്കിലും ഒരു ആവശ്യം ചോദിച്ചാൽ, ഫവലഹു ഫി ഹാജത്തിൻ, വമൻ സഅലഹു ഹാജതഹു, ആരെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം അദ്ദേഹത്തോട്, പ്രവാചകനോട് ചോദിച്ചാൽ, ലം യറുദ്ദഹു, അയാളെ പ്രവാചകൻ മടക്കിയിരുന്നില്ല, ഇല്ല ബിഹ, അതുകൊണ്ടല്ലാതെ. അതായത് ആ ആവശ്യം, തന്നോട് എന്താവശ്യമാണോ അയാൾ ചോദിച്ചത്, ആ ആവശ്യം നിറവേറ്റി കൊടുത്തിട്ടല്ലാതെ അയാളെ മടക്കുമായിരുന്നില്ല. ഔ ബി മൈസൂരി മിനൽ കൗലി, അല്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞുകൊണ്ടല്ലാതെ. എന്ന് വെച്ചാൽ പ്രവാചകനോട് എന്തെങ്കിലും ഒരു ആവശ്യം ആരെങ്കിലും തേടിയാൽ ആ ആവശ്യം നിറവേറ്റി കൊടുക്കും. ഇനി അഥവാ പ്രവാചകന് സാധിക്കാത്ത കാര്യമാണെങ്കിൽ അദ്ദേഹം നല്ല വാക്ക് പറഞ്ഞുകൊണ്ടല്ലാതെ അയാളെ മടക്കി അയക്കുമായിരുന്നില്ല. ഖദ് വസിയൻ നാസ ബസ്തുഹു വഖുലുഖുഹു, പ്രവാചകന്റെ സ്വഭാവ ഗുണവും അദ്ദേഹത്തിന്റെ വിശാല മനസ്കതയും ജനങ്ങളെ എല്ലാവരെയും ഉൾക്കൊണ്ടിരുന്നു. ഫസാറ ലഹും അബൻ, അങ്ങനെ പ്രവാചകൻ അവർക്കൊരു പിതാവിനെ പോലെ ആയിത്തീർന്നു. വസാറു ഇൻദഹു ഫിൽ ഹഖ് സവാഅൻ, സത്യത്തിന്റെ കാര്യത്തിൽ അവരെല്ലാവരും അദ്ദേഹത്തിന്, പ്രവാചകന്റെ മുമ്പിൽ, പ്രവാചകന്റെ അടുക്കൽ ഒരേപോലെയായിരുന്നു. എല്ലാവർക്കും ഒരേ അവകാശം, എല്ലാവർക്കും ഒരേ രൂപത്തിൽ പ്രവാചകൻ അവരോട് പെരുമാറിയിരുന്നു. ആരെയും വേർതിരിച്ചോ അല്ലെങ്കിൽ ഒരാളേക്കാൾ സ്ഥാനം നൽകിയോ പ്രവാചകൻ കണ്ടിരുന്നില്ല. മജ്ലിസുഹു മജ്ലിസു ഇൽമിൻ, അദ്ദേഹത്തിന്റെ സദസ്സ് ഇൽമിന്റെ സദസ്സായിരുന്നു. വഹയാഇൻ, ലജ്ജയുടെ സദസ്സായിരുന്നു. വസബിരിൻ വഅമാനത്തിൻ, ക്ഷമയുടെയും വിശ്വസ്തതയുടെയും സദസ്സായിരുന്നു. ഇങ്ങനെയുള്ള എല്ലാ സൽസ്വഭാവങ്ങളും നല്ല കാര്യങ്ങളും പഠിപ്പിക്കപ്പെടുന്ന സദസ്സായിരുന്നു പ്രവാചകന്റെ സദസ്സ്. അജ്വദുന്നാസി സദറൻ, ഏറ്റവും നല്ല ഹൃദയമുള്ളവനായിരുന്നു. വ അസ്ദഖുന്നാസി ലഹജത്തൻ, ഏറ്റവും സത്യം പറയുന്ന ആളായിരുന്നു. വ അലിയനുഹും അരീക്കത്തൻ, ഏറ്റവും മൃദുവായ, ഏറ്റവും ലളിതമായ, നൈർമല്യമുള്ള സ്വഭാവത്തിനുടമയായിരുന്നു. വ അക്രമുഹും അഷീറത്തൻ, ഏറ്റവും ഉന്നതമായ കുടുംബ മഹിമയുള്ളവനായിരുന്നു. മൻ റആഹു ബദീഹത്തൻ ഹാബഹു, ആരെങ്കിലും പെട്ടെന്ന് പ്രവാചകനെ കണ്ടാൽ, അല്ലെങ്കിൽ ഒരു തവണ മാത്രം ഒറ്റൊരു കാണൽ കണ്ടാൽ പോലും പ്രവാചകനോട്, അദ്ദേഹത്തോട് ആ കണ്ടയാൾക്ക് ആദരവ് തോന്നുമായിരുന്നു ഒറ്റ കാഴ്ചയിൽ തന്നെ.
വമൻ ഖാലത്തഹു മഅരിഫത്തൻ, ഇനി പ്രവാചകന്റെ കൂടെ പരിചയപ്പെട്ടുകൊണ്ട് ഇടപഴകിയാലോ അഹബ്ബഹു, അങ്ങേയറ്റം പ്രവാചകനെ അയാൾ സ്നേഹിക്കുമായിരുന്നു. ആരെങ്കിലും പ്രവാചകനെ പരിചയപ്പെട്ട് ഇടപഴകിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രവാചകനോട് അങ്ങേയറ്റം സ്നേഹം തോന്നുമായിരുന്നു. അത്രയും നല്ല സ്വഭാവത്തിനുടമയായിരുന്നു. യഖൂലു നാഇതുഹു, പ്രവാചകനെ വർണ്ണിച്ചുകൊണ്ട് പറയുന്ന ഒരാൾ പറഞ്ഞു, ലം അറ ഖബ്ലഹു വല ബഅദഹു മിസ്ലഹു, അദ്ദേഹത്തിന് മുമ്പും അദ്ദേഹത്തിന് ശേഷവും അദ്ദേഹത്തെ പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അത്രയും നല്ലൊരു വ്യക്തിയെ മുമ്പും ശേഷവും കണ്ടിട്ടില്ല, പ്രവാചകനേക്കാൾ നല്ലൊരു വ്യക്തിയെ. വഖദ് കസല്ലാഹു നബിയഹു ലിബാസൽ ജമാലി, അള്ളാഹു തൻ്റെ പ്രവാചകനെ സൗന്ദര്യത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ചു. നല്ല സൗന്ദര്യമുള്ളയാളായിരുന്നു പ്രവാചകൻ. വ അൽഖ അലൈഹി മഹബത്തൻ വ മഹാബത്തൻ മിൻഹു, അള്ളാഹു അവനിൽ നിന്നുള്ള സ്നേഹവും ആദരവും പ്രവാചകന് നൽകി. എല്ലാവരാലും സ്നേഹിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു പ്രവാചകൻ. വസഫഹുൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഖാല, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പ്രവാചകനെ വർണ്ണിച്ചുകൊണ്ട് പറഞ്ഞു, കാന റസൂലുള്ളാഹി മർബുഅൻ, പ്രവാചകൻ ഇടത്തരം ഉയരമുള്ളവനായിരുന്നു, അതായത് ഒരു ഒത്ത ഉയരമുള്ളയാളായിരുന്നു. വഖദ് റഅയ്തുഹു ഫീ ഹുല്ലത്തിൻ ഹംറാ, പ്രവാചകനെ ചുവന്ന വസ്ത്രത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മാ റഅയ്തു ശൈഅൻ ഖത്തു അഹ്സന മിൻഹു, അദ്ദേഹത്തെക്കാൾ മനോഹരമായ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പ്രവാചകനെ കാണുന്നതിനേക്കാൾ സൗന്ദര്യമുള്ള, അതിനേക്കാൾ മനോഹരമായ മനുഷ്യർ എന്ന് മാത്രമല്ല, അതിനേക്കാൾ മനോഹരമായ, പ്രവാചകനേക്കാൾ മനോഹരമായ ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. വസഫഹു അബൂ ഹുറൈറ ഫഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകനെ വർണ്ണിച്ചുകൊണ്ട് പറഞ്ഞു, കാന റബഅത്തൻ, അദ്ദേഹം ഒത്ത ഉയരമുള്ളയാളായിരുന്നു. മർബുഅൻ എന്ന് പറഞ്ഞു, അതേ വാക്ക് തന്നെയാണ്, ഒത്ത ഉയരമുള്ളയാളായിരുന്നു. വഹ്വ ഇലത്തൂലി അക്രബ്, എന്നാലും ഉയരമുള്ളതിലേക്കായിരുന്നു കൂടുതൽ അടുത്തത്. എന്ന് വെച്ചാൽ സാമാന്യം നല്ല ഉയരമുള്ള വ്യക്തിയായിരുന്നു പ്രവാചകൻ. ഷദീദൽ ബയാദി, വളരെയധികം വെളുത്ത നിറമുള്ളയാളായിരുന്നു, വെളുത്ത നിറമുള്ള മനുഷ്യനായിരുന്നു. അസ്വദ ശഅരിൽ ലിഹ്യത്തി, കറുത്ത താടിരോമങ്ങളുള്ളയാളായിരുന്നു. ഹസന സഗരി, സുന്ദരമായ പല്ലുകളുള്ളയാളായിരുന്നു. അഹ്ദബ അഷ്ഫാരിൽ ഐനൈനി, കൺപീലികൾ, കൺപോളകൾ നീളമുള്ള, അതായത് വലിയ കണ്ണുകളുള്ള ആളായിരുന്നു. ബഅദ മാ ബൈനൽ മൻകിബൈനി, രണ്ട് തോളുകൾക്കിടയിൽ ദൈർഘ്യമുള്ളയാളായിരുന്നു. രണ്ട് തോളുകൾക്കിടയിൽ ദൈർഘ്യമുള്ള എന്ന് പറഞ്ഞാൽ വിശാലമായ നെഞ്ചളവ് ഉള്ള വ്യക്തിയായിരുന്നു പ്രവാചകൻ. ഇലാൻ ഖാല, ഇതുകൂടെ പറഞ്ഞു അദ്ദേഹം, ലം അറ മിസ്ലഹു ഖബ്ലു വലാ ബഅദു, പ്രവാചകന് മുമ്പും പ്രവാചകന് ശേഷവും പ്രവാചകനെ പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. വയഖൂലു അനസ്, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാ മസസ്തു ദീബാജൻ വല ഹരീറൻ, ഒരു പട്ടും ഞാൻ തൊട്ടിട്ടില്ല, അല്യന മിൻ കഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ കൈപ്പത്തിയേക്കാൾ മാർദ്ദവമുള്ള ഒരു പട്ടും ഒരു പട്ടിനെയും ഞാൻ, പട്ടുവസ്ത്രത്തെയും ഞാൻ തൊട്ടിട്ടില്ല. വല ശമം തുറാഇഹത്തൻ, ഒരു സുഗന്ധവും ഞാൻ വാസനിച്ചിട്ടില്ല, ഖത്തു തീരെ, അത്യബ മിൻ റാഇഹത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ സുഗന്ധത്തെക്കാൾ സുഗന്ധമുള്ള ഒരു വാസനയും ഞാൻ വാസനിച്ചിട്ടില്ല, ഒരു സുഗന്ധവും ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഖസസ് നബീൻ അൽ ജുസുൽ ഖാമിസ്, ഖസസ് നബീനിലെ 5-ാം ഭാഗത്തിലുള്ള ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത്താരിഫ് ബിൽ കാത്തിബി, ഈ എഴുത്തുകാരനെ കുറിച്ച്, അതായത് അബുൽ ഹസൻ അലി നദ്വിയെ കുറിച്ച്. അബുൽ ഹസൻ അലി നദ്വി 1913 മുതൽ 99 വരെ ജീവിച്ച ഒരു പണ്ഡിതനാണ്. കാന ആലിമൻ, അദ്ദേഹം ഒരു പണ്ഡിതനായിരുന്നു. വ മുഅല്ലിഫൻ, എഴുത്തുകാരനായിരുന്നു. ഷഹീറൻ, പ്രശസ്തനായ. വ മുഫക്കിറൻ ഇസ്ലാമിയൻ, ഇസ്ലാമിക ചിന്തകനായിരുന്നു. മിനൽ ഹിന്ദ്, ഇന്ത്യയിൽ നിന്നുള്ള, ഇന്ത്യക്കാരനായ ഒരു ഇസ്ലാമിക പണ്ഡിതനാണ് അബുൽ ഹസൻ അലി നദ്വി. വഹുവ അവ്വലു റഈസിൻ ലി റാബിത്തത്തുൽ അദ്ബിൽ ഇസ്ലാമി അൽ ആലമിയ, റാബിത്തത്തുൽ അദ്ബിൽ ഇസ്ലാമി എന്ന ഒരു
വേൾഡ് സംഘടനയുണ്ട്. അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. വമിൻ മുഅല്ലഫാത്തിഹിൽ മഷൂറത്തി, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ രചനകളിൽപ്പെട്ടതാണ് മാതാ ഖസറൽ ആലമു ബിൻഹിതാത്തിൽ മുസ്ലിമീൻ എന്നതും വത്തൊരീഖു ഇലൽ മദീന എന്നതും വൽ മുസ്ലിമൂന ഫിൽ ഹിന്ദി എന്നതും വരിജാലുൽ ഫിക്രി വദ്ദഅവത്ത് ഫിൽ ഇസ്ലാം എന്നതും. ഓക്കെ, ഇനി അജിബ് അനിൽ അസ്ലത്തിലാത്തി, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. മാതാ കാല അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അഖ്ലാഖിൻ നബി, അലി റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സ്വഭാവത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? മേലെ പറഞ്ഞു അല്ലേ, അത് എഴുതുക. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യങ്ങൾ. വസഫഹു അലി ബിൻ അബി താലിബ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വഹുവ മിൻ അറഫിൻ നാസി വഅക്സറും. ഫക്കാല, ഇവിടുന്ന് മുതലല്ലേ. ഫക്കാല ലം യകുൻ ഫാഹിഷൻ വല മുതഫഹിഷൻ വല സ്വഹാബൻ ഫിൽ അസ്വാഖി വല യജിസി അസയ്യിദ ബിസയ്യിദ് വലാകിൻ യഅഫു വയസ്ഫഹു മാ ളറബ ബിയദിഹി ഷൈഅൻ. ഇത് മുഴുവൻ ഇല്ല ഇഖ്താറ ഇസ്റഹുമ, ഇത് മുഴുവൻ ആ പാരഗ്രാഫ് മുഴുവൻ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. പിന്നെ മാതാ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്അലുഹു ഇദാ ദഖലൽ ബൈത, വീട്ടിലേക്ക് വന്നാൽ പ്രവാചകൻ എന്ത് ചെയ്യുമായിരുന്നു? അതും ഇവിടെ വന്നുല്ലേ. ഇദാ ദഖല ബൈതഹു കാന ബശറൻ മിനൽ ബശരി യഫ്ലി സൗബഹു വ യഹ്ലിബു ഷാതഹു വ യഖ്ദമു നഫ്സഹു, സ്വയം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു, ആട്ടിനെ കറക്കുമായിരുന്നു, വസ്ത്രം വൃത്തിയാക്കുമായിരുന്നു. കൈഫ വസഫൽ ബറാ ഇബ്നു ആസിബ് മുഹമ്മദൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബറാ ഇബ്നു ആസിബ് എങ്ങനെയാണ് പ്രവാചകനെ വർണ്ണിച്ചത്? ഇപ്പൊ പറഞ്ഞു, അതായത് കൈഫ വസഫ അബൂ ഹുറൈറ, അബൂ ഹുറൈറ എങ്ങനെയാണ് വർണ്ണിച്ചത്? മദാക്കാല അനസ്, അനസ് എന്താണ് പറഞ്ഞത്? ഈ 3 കാര്യങ്ങളും അവസാനത്തെ പാരഗ്രാഫിൽ വന്നു. ഇസ്താമിൽ അൽ കലിമാത്തി അല്ലാത്തിയ ഫി ജുംലി മുഫീദ, താഴെയുള്ള വാക്കുകളൊക്കെ ജുംല മുഫീദയിൽ പ്രയോഗിക്കണം. അതായത് ഈ ഫീലുകളൊക്കെ അല്ലെങ്കിൽ ഈ വാക്കുകളൊക്കെ വെച്ചുകൊണ്ട് വാചകങ്ങൾ ഉണ്ടാക്കണം. വസഫ, വസഫ വർണ്ണിച്ചു. വസഫ അലിയുൻ നബിയൻ, അലി നബിയെ വർണ്ണിച്ചു. അസ്ദഖ് സത്യസന്ധൻ. കാന അസ്ദഖൻ നാസി, അദ്ദേഹം ജനങ്ങളിൽ ഏറ്റവും സത്യസന്ധനായിരുന്നു. യുഅത്തി നൽകുന്നു. അൽ അബു അല്ലെങ്കിൽ യുഅത്തി അൽ അബു മാലൻ ലിബ്നിഹി, പിതാവ് മകന് പണം നൽകുന്നു. കസ ധരിപ്പിച്ചു. കസത്ത് എന്ന കസത്ത് അൽ ഉമ്മു കിസ്വത്തൻ അല്ലെങ്കിൽ ലിബാസൻ ഇബ്നഹു, തൻ്റെ ഉമ്മ തൻ്റെ മകനെ വസ്ത്രം ധരിപ്പിച്ചു. അല്ലെങ്കിൽ അത് കസ എന്ന് പറഞ്ഞാൽ പുരുഷന്റെ പേര് വെക്കാം. കസ അൽ അബു ഇബ്നഹു ലിബാസൻ. ഷദീദുൻ ശക്തമായത്, എന്തിൻ്റെ കൂടെയും വെക്കാം. അൽ മത്തറു ഷദീദുൻ, മഴ കഠിനമാണ്, ശക്തമാണ്. ഷമ്മ, ഷമ്മ മീൻസ് വാസനിച്ചു. ഷമ്മ സലീമുൻ വർദ്ധത്തൻ, സലീം ഒരു പനിനീർ പൂവ് വാസനിച്ചു, മണത്തു. ഹാത്തിൽ മുഫ്രദ് അലിമായി എത്തി, താഴെയുള്ളവയ്ക്ക് മുഫ്രദുകൾ കൊണ്ടുവരണം. ഷമാഇൽ, ഷമീലത്തുൻ ജമ ഷമാഇൽ, സ്വഭാവ ഗുണങ്ങൾ അല്ലെങ്കിൽ സവിശേഷതകൾ. ഖൗലുൻ ജമ അക്വാൽ, സംസാരങ്ങൾ. സൂഖുൻ ജമ അസ്വാഖ്, മാർക്കറ്റ്. അഷ്യാ, ഷെയ്ഉൻ ജമ അഷ്യാ, വസ്തുക്കൾ. സയ്യിഅത്തുൻ ജമ സയ്യിആത്ത്, മോശമായ കാര്യങ്ങൾ, തിന്മകൾ. ജമ്മ പറയണം. ഖിസ്സത്ത് കഥ, ഖിസ്സസ് കഥകൾ. ഖസസ് എന്നല്ല ഖിസ്സസ് എന്നാണ് കഥകൾ. കിസ്സയുടെ ജമ്മ. ഖസസ് എന്ന് പറഞ്ഞാൽ കഥ പറയലാണ്. വസ്ഫ് വർണ്ണന, അതിൻ്റെ ജമ്മ് ഔസാഫ്. സൗബുൻ വസ്ത്രം, സിയാബ് വസ്ത്രങ്ങൾ. ഖൗമുൻ സമൂഹം, സമുദായം, ജനത. അഖ്വാമുൻ മജ്ലിസുൻ സദസ്, മജാലിസു. അടുത്തത് റത്തിബിൽ കലിമാത്തില്ലാത്ത അല്ലി തക്കൂന ജുംല മുഫീദ, ജുംല മുഫീദയാകാൻ വേണ്ടി ഇവ ഓർഡറിലാക്കണം. മേലെ പറഞ്ഞ സെൻറ്റൻസുകളാണ്, അത് അനുസരിച്ച് ഓർഡറിലാക്കുക. സഹിഹ് അൽ ജുമലാത്തിയ, താഴെയുള്ള ജുംലകൾ ശരിയാക്കണം. തെറ്റാണ് കൊടുത്തിരിക്കുന്നത്, ശരിയാക്കണം. ആമിന വ ഫാത്തിമ വ സൈനബ് റജഉ മിനൽ ജാമിഅ, റജഉ എന്നത് മാറ്റിയിട്ട് റജഅന എന്ന് വെക്കണം. റജഉ എന്ന് പറഞ്ഞാൽ അവർ പുരുഷന്മാർ മടങ്ങിയെന്നാണ്, അവർ സ്ത്രീകൾ മടങ്ങി എന്നുള്ളതിന് റജഅന എന്നാണ് പറയേണ്ടത്. ദഹബു സുമലാഇ ഇലാ മക്ക, എൻ്റെ കൂട്ടുകാർ മക്കയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ദഹബ സുമലാഇ എന്ന് പറഞ്ഞാൽ മതി. ഫേല് ആദ്യം പറയുകയാണെങ്കിൽ ഫായില് ജമാണെങ്കിലും ഫേലിനെ ജമാക്കേണ്ടതില്ല. ഇനി ആദ്യം ഇസ്മാണ് പറയുന്നതെങ്കിൽ, അതായത് അപ്പോൾ അത് മുബ്തദാണ്, അതിൻ്റെ ശേഷമാണ് ഫേല് പറയുന്നതെങ്കിൽ എന്ത് ചെയ്യണം? മുബ്തദയിനനുസരിച്ച് ജംഒ മുസന്നയോ ആക്കണം.
അന റജഅതു മിന റിയാദ് ഗദൻ, ഞാൻ നാളെ റിയാദിൽ നിന്നും മടങ്ങി എന്ന് പറയില്ല, അംസി എന്നാണ് പറയേണ്ടത്. ഗദൻ എന്നാൽ നാളെ, അംസി ഇന്നലെ, ഞാൻ ഇന്നലെ മടങ്ങി. മറിയമു വ ബനാതുഹ ദഹബത് ഇലാ ജിദ്ദ, മറിയത്തിൻ്റെ പെൺമക്കളും ജിദ്ദയിലേക്ക് പോയി എന്നതിൽ മറിയമു വ ബനാതുഹ ദഹബ്ന ഇലാ ജിദ്ദ, മറിയത്തിൻ്റെ മക്കളും ജിദ്ദയിലേക്ക് പോയി, ദഹബ്ന എന്നാക്കണം. കാല സാറ പറഞ്ഞു, അന മരിയലുൻ, സാറ സ്ത്രീയാണ്, അപ്പോൾ അന മരിയലത്തുൻ എന്നാണ് പറയേണ്ടത്. അക്കലത്ത് ഹാമിദ് അൽ ഇനബ വാക്കല സൗജത്തുഹു അൽ മൗസ, ഇത് നേരെ തിരിച്ചാണ് പറയേണ്ടത്. അക്കല ഹാമിദുൻ അൽ ഇനബ, ഹാമിദ് മുന്തിരി തിന്നു, വ അക്കലത്ത് സൗജത്തുഹു അൽ മൗസ, അദ്ദേഹത്തിൻ്റെ ഭാര്യ പഴം തിന്നു. ഇനി അൽ അൻഷിത്തൽ മുസഹബ് നാഖിഷ് ഫവായിദ് മാരിഫത്ത് അഖ്ലാഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ സൽസ്വഭാവത്തെക്കുറിച്ചും സവിശേഷതകളെക്കുറിച്ചും ചർച്ച ചെയ്യുക.